ഹായ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ചക്ക വേവിക്കുകയാണ്. ചക്ക ബിരിയാണി എന്ന് പറയാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ചെറിയൊരു ഫ്രീ ടൈം കിട്ടിയത് കൊണ്ട് ഞങ്ങളുടെ ഇവിടെ ഓഫീസിൽ ചെറിയൊരു ചക്ക കിട്ടി. അപ്പോൾ ആ ചക്കേനെ കൊണ്ട് ഞങ്ങൾ ചക്ക ബിരിയാണി ആക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് കാണാം. അപ്പോൾ ഞങ്ങൾ 3 പേരും ചേർന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളിത് ചക്കയും ചക്കക്കുരുവൊക്കെ വൃത്തിയാക്കി വെച്ചു. ഇനി ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കി ഇനി വേവിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഓരോ പ്രോസസ്സ് ഇപ്പോൾ ഞങ്ങൾ കാണിച്ചു തരാം. നമ്മൾ ചക്ക കഴുകി വൃത്തിയാക്കി കുക്കറിലാക്കിയിട്ടുണ്ട്. ചക്കയും അതുപോലെ ചക്കക്കുരുവാണ്. അപ്പോൾ ആദ്യം ഇതാണ് വേവിക്കുന്നത്. നമ്മൾ ചക്കയിലേക്ക് 3 സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിന് കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, ആവശ്യത്തിന് മല്ലിപ്പൊടി, ഉപ്പ്. ഏറ്റവും അവസാനമായിട്ട് ഞങ്ങൾ ചേർത്തിരിക്കുന്നത് ഉപ്പാണ്. അങ്ങനെ നമ്മൾ ചക്ക സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനാവശ്യത്തിന് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. വേവാനുള്ള പാകത്തിന്. അപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ തൂവി കൊടുക്കുകയാണ്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാകുമ്പോൾ അത് പതച്ച് അറിയില്ല എന്നാണ് ഇവിടെ നിന്ന് ഇവർ പറയുന്നത്. അപ്പോൾ നമ്മൾ 2 പ്രാവശ്യമായിട്ടാണിത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പച്ചക്കായ് കൂടി ഇതിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ ഈ ചക്ക ബിരിയാണിയുടെ കുക്ക് എന്ന് പറയുന്നത് രജിയും അതുപോലെ തന്നെ നിഷയാണ്. ഇവർ 2 പേരുമാണ് ഇന്നത്തെ ഈ ചക്ക ബിരിയാണി ഉണ്ടാക്കുന്നത്. കാസർഗോഡൻ രീതിയിലാണ് നമ്മൾ ചക്ക ബിരിയാണി ചെയ്യുന്നത്. ചക്ക നമ്മൾ വേവിച്ച ശേഷം നമ്മൾ ഒരു തേങ്ങ നന്നായി ചിരകി നമ്മളത് വറുത്തെടുക്കുന്നുണ്ട്. അതിൽ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടാണ് വറുക്കുന്നത്. അപ്പോൾ നല്ലോണം മൂത്ത് വരണം. മൂത്ത് വന്ന ശേഷം നമ്മൾ ഇറക്കി വെക്കും. അതിലൊരു തേങ്ങ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ജീരകം ഇട്ടിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഇത്രയും ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതൊന്ന് വേവട്ടെ. 2 പ്രാവശ്യമായിട്ട് വേവിച്ച ചക്ക നന്നായിട്ട് ഉടച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ഈ ഒരു കമ്പ് കൊണ്ട് ചെയ്യുന്നതെന്ന്. നമുക്ക് അത് ഇളക്കാനുള്ള തവിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മറ്റേ പച്ച മട്ടൽ, അതായത് ഓലേൻ്റെ മടലുണ്ടല്ലോ, അത് നമ്മൾ നന്നായിട്ട് ചെത്തി വൃത്തിയാക്കിയിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ചിക്കനും കൂടി ഈ ചക്കയിലേക്ക് ഇട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കുകയാണ്. അപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഇനി അടുത്തത് നമ്മൾ ചെയ്യും. ഇനി നന്നായിട്ട് തേങ്ങ ഒന്ന് ഒതുക്കി അരച്ചതുണ്ടല്ലോ, തേങ്ങയും ജീരകവും, അതും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ വെള്ളം ചേർത്ത ശേഷം നമ്മൾ ഒന്നുകൂടി അത് സ്റ്റൗവിൽ വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ്. നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങ അതിലേക്ക് പതുക്കെ ചേർത്തു. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ എന്താ പറയുക, ചക്ക ബിരിയാണി റെഡി ആയിട്ടുണ്ട്, കാസർഗോഡ് സ്റ്റൈൽ. ഇവിടെ ഞാനത് ചക്ക ബിരിയാണി എന്ന് പറഞ്ഞെങ്കിലും ഇവിടെ ഇത് ചക്കക്കറി എന്നാണ് മെയിനായിട്ട് പറയുന്നത്. അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ടേസ്റ്റൊക്കെ നോക്കി, സൂപ്പറാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇത് കഞ്ഞി ആക്കിയിട്ടുണ്ട്. അപ്പോൾ കഞ്ഞിയുടെ കൂടെയാണ് കഴിക്കുന്നത്. ഞങ്ങളുടെ കഞ്ഞിയും അതുപോലെ തന്നെ ചക്കക്കറി അല്ലെങ്കിൽ ചക്ക ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ
5 പേരും ചേർന്ന് കഴിക്കുവാണ്. അടിപൊളി ടേസ്റ്റാണ്.